നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് നാഷണൽ ന്യൂബോൺ കെയർ വീക്ക് അഥവാ നവജാത ശിശു പരിചരണ ആഴ്ച ആചരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. നവജാത ശിശു അഥവാ ജനിച്ച് ഏകദേശം ഒരു മാസം, കൃത്യമായിട്ട് പറഞ്ഞാൽ 28 ദിവസം, അത്രയും സമയത്തിനുള്ളിലുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ നവജാത ശിശു അഥവാ ന്യൂബോൺ എന്ന് പറയുന്നത്. ഈ ജനിച്ച് ഈ 28 ദിവസം നമ്മൾ പരിചരിക്കുന്ന കെയർ കൊടുക്കുന്നത് വെച്ചിട്ടാണ് നമ്മൾ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ്, ആരോഗ്യവും ഒക്കെ കാര്യങ്ങളൊക്കെ പിന്നീട് ഡെവലപ്പായിട്ട് വരുന്നത്. ഒരു 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ എടുക്കുവാണെങ്കിൽ ആദ്യത്തെ 28 ദിവസമാണ് വളരെ ക്രൂഷ്യലായിട്ടുള്ള സമയം. ഇപ്പം നമ്മൾ ലോകത്തെ മുഴുവനുള്ള കണക്കുകൾ നോക്കുവാണെങ്കിൽ ആദ്യത്തെ 28 ദിവസത്തിൽ മരിക്കുന്ന കുഞ്ഞുങ്ങളാണ് കൂടുതൽ. 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ മൊത്തം കുഞ്ഞുങ്ങളെ എടുക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള സമയം എന്ന് പറയുന്നത് ആദ്യത്തെ ഈ 28 ദിവസമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് ഇങ്ങനെ ഒരു ആഴ്ച സംഘടിപ്പിച്ചിരിക്കുന്നത്. നവംബർ 15 മുതൽ 21-ാം തീയതി വരെ എല്ലാ വർഷവും നമ്മളിത് നോക്കി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതും കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന അച്ഛനമ്മമാർ അതുപോലെ വീട്ടിലുള്ള മറ്റുള്ള ആൾക്കാർക്ക് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ വർഷം 2022-23 കാലഘട്ടത്തിൽ ഏകദേശം 23 ലക്ഷം 28 ദിവസത്തിലുള്ള കുഞ്ഞുങ്ങളാണ് മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എങ്ങനെയെങ്കിലും കുറച്ച് കുഞ്ഞുങ്ങളുടെ ആരോഗ്യം സംരക്ഷിച്ച് കുഞ്ഞുങ്ങളിലുള്ള മരണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ 2014 ആദ്യമായിട്ട് ഇന്ത്യൻ ന്യൂബോൺ ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞ പ്ലാൻ പ്രകാരം ഇത് ആചരിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഏകദേശം 50% നമുക്ക് ഈ കുഞ്ഞുങ്ങളിലുള്ള മരണം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അത്രത്തോളമാണ്. നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നതാണ് ഇതിൽ ഇമ്പോർട്ടൻസ്. ഈ ചരിത്രം നോക്കുവാണെങ്കിൽ നമ്മൾ ഇതിന് ശേഷം നമ്മൾ അവയർനെസ് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഏകദേശം 50% നമുക്ക് കുഞ്ഞുങ്ങളിലുള്ള മരണം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളിലുള്ള മരണം ഉണ്ടാകാനുള്ള മെയിൻ കാരണങ്ങൾ, ഒന്ന് മാസം തികയുന്നതിന് മുന്നേ ഉള്ള കുഞ്ഞുങ്ങളുടെ ജനനമാണ്. ഏകദേശം 37 ആഴ്ച ആകുമ്പോഴാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മാസം തികഞ്ഞു എന്ന് പറയുന്നത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ചിലപ്പോൾ 37 ആഴ്ച തികയുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ പ്രസവിപ്പിക്കേണ്ടതായിട്ട് വരാം. 40 ആഴ്ച വരെ പോയിട്ടാണ് ഒരു അസുഖങ്ങളില്ലാതെ ഷുഗർ, പ്രഷർ മുതലായ ഒരു അസുഖം ഇല്ലാത്ത ഒരു അമ്മയ്ക്ക് 40 ആഴ്ച വരെ പോയിട്ട് വേണമെങ്കിലും പ്രസവിക്കാം. പക്ഷേ ഇപ്പോൾ ഷുഗറുള്ള അമ്മമാർ അല്ലെങ്കിൽ പ്രഷറുള്ള അമ്മമാർ, ഷുഗർ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഏകദേശം 39 ആഴ്ചയൊക്കെ ആകുമ്പോൾ പ്രസവിപ്പിക്കേണ്ടി വരും. ഇൻസുലിൻ എടുക്കേണ്ടവരാണെങ്കിൽ 38 ആഴ്ച ആകുമ്പോൾ ചിലപ്പോൾ പ്രസവിപ്പിക്കേണ്ടി വരും. പ്രഷർ ഉള്ളവർക്കാണെങ്കിൽ 37 ആഴ്ച, അല്ലെങ്കിൽ അതിലും കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കുഞ്ഞിലേക്കുള്ള രക്തത്തിൻ്റെ അളവ് കുറവ്, കുഞ്ഞിൻ്റെ വളർച്ചക്കുറവ്, അല്ലെങ്കിൽ നേരത്തെ വെള്ളം പൊട്ടിപ്പോവുക, ഇൻഫെക്ഷൻ ഉണ്ടാവുക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനും മാസം തികയുന്നതിന് മുന്നേ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിന് ചിലപ്പോൾ നമുക്ക് ഇടപെട്ട് അമ്മയുടെയും കുഞ്ഞിൻ്റെയും കൂടെ ഒരുമിച്ചുള്ള ആരോഗ്യം കണക്കിലെടുത്ത് ചിലപ്പോൾ നേരത്തെ പ്രസവിപ്പിക്കേണ്ടി വരും. അങ്ങനെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ കെയറിൻ്റെ ആവശ്യമുണ്ട്. അവർക്ക് കൂടുതലായിട്ട് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ്, മഞ്ഞ വരാനുള്ള ചാൻസ്, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് അണുബാധയാണ്. നമ്മൾ കെയർ ചെയ്യുന്നതിൻ്റെ പ്രശ്നം കാരണം, അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാനുള്ള താമസം കാരണം ഇൻഫെക്ഷൻസിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കൃത്യമായിട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുപിടിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മരണം വരെ സംഭവിക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് ജനിതകമായ വൈകല്യങ്ങളുള്ള കുഞ്ഞ്. അവർക്ക് നമുക്ക് പ്രത്യേകിച്ച് തടയാനായിട്ടൊന്നും ചെയ്യാനില്ല. ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് കൃത്യമായി സ്കാനുകൾ ചെയ്യുക, കൃത്യമായി ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഡോക്ടറിനെ കൃത്യമായി കാണിക്കുക. വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾക്ക് ഓൾറെഡി ആ ഒരു മാസത്തിനുള്ളിൽ മരണപ്പെടാനുള്ള സാധ്യത ഓൾറെഡി വളരെ കൂടുതലാണ്. ഇതൊക്കെ കാരണങ്ങളാണ് സാധാരണ ഒരു മാസത്തിനുള്ളിൽ കുഞ്ഞുങ്ങളുടെ മരണം സംഭവിക്കാനുള്ള കാരണം. ഈ വർഷം 2024 നമ്മുടെ ന്യൂബോൺ കെയർ വീക്കിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ സേഫ്റ്റി, ക്വാളിറ്റി ആൻഡ് നർച്ചറിങ് കെയർ ആണ്. അതായത് സുരക്ഷ, ഗുണമേന്മ, പോഷകരമായ പരിചരണം, ഇതെല്ലാം ഒരു കുഞ്ഞിൻ്റെ അവകാശമാണെന്നാണ് നമ്മുടെ ഗവൺമെൻറ് പറയുന്നത്. അതായത് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായിട്ടുള്ള ഒരു ജനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ പാരൻസ് ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്നാണ്. അതായത് ഒരു ഗൈനക്കോളജിസ്റ്റ് തന്നെ ഉള്ള ഹോസ്പിറ്റലിൽ കാണിക്കുക, ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ തന്നെ ഫസ്റ്റ് വിസിറ്റ് തൊട്ട് തന്നെ ഹോസ്പിറ്റലിൽ വരിക, കൃത്യമായിട്ടുള്ള സ്കാനുകൾ ചെയ്യുക, ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുക, എന്തൊക്കെ ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നു ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. നമ്മൾ ജനിതക വൈകല്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. അതായത് സ്കാനുകളുണ്ട്, ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, 3-ാം മാസത്തിൽ ചെയ്യുന്ന NT സ്കാൻ, ഡബിൾ മാർക്കർ, 5-ാം മാസത്തിൽ ചെയ്യുന്ന അനോമലി സ്കാൻ, ഇതിലൊക്കെ കൂടെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലേ എന്നുള്ളത്.
പിന്നെ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഉള്ള ഓപ്ഷൻസും ഉണ്ട്. അങ്ങനെ ചെയ്യാം. പിന്നെ ഈ എന്തെങ്കിലും ഷുഗറോ പ്രഷറോ ഒക്കെ ഉള്ള അസുഖങ്ങളൊക്കെ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അതിനുള്ള ഇൻ്റർവെൻഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ അത് കൂടുതലായിട്ട് ബാധിക്കാതിരിക്കും. പ്രഷറൊക്കെ ഉള്ള ഇപ്പം രക്തസമ്മർദ്ദം അമിതമായി എന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമേ ഉള്ളൂ അത് മറുപിള്ളയോ കുഞ്ഞിനെയും ബാധിക്കാതിരിക്കാനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ നമുക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ കുറച്ചും കൂടി ആരോഗ്യകരമായിട്ടിരിക്കും. അതാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. സേഫായിട്ടുള്ളൊരു എൻവയൺമെൻറ്റിൽ വേണം കുഞ്ഞുങ്ങൾ ജനിക്കാനും ആ 28 ദിവസത്തെ കെയർ നൽകാനും. പിന്നെ ക്വാളിറ്റി. ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൻ്റെ ക്വാളിറ്റി മാത്രമല്ല, നമ്മൾ അമ്മമാരുടെ അമ്മ അച്ഛൻ അതുപോലെ കുഞ്ഞുങ്ങളെ നോക്കുന്ന അവരുടെ ആ ട്രീറ്റ്മെൻറ്റ്, അവർ കുഞ്ഞുങ്ങളെ നോക്കുന്നതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കുഞ്ഞുങ്ങൾക്ക് ഇപ്പം മഞ്ഞ വന്നു അത് തിരിച്ചറിയാനുള്ള ഒരു ഇത് നമുക്ക് വേണം. കുഞ്ഞിൻ്റെ കണ്ണ്, കുഞ്ഞിൻ്റെ കൈ അതൊക്കെ നോക്കുമ്പോഴത്തേനും മഞ്ഞ ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റണം. അതുപോലെ ചെറിയ പനിയൊക്കെ വരുന്നത് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിയാൽ മാത്രമാണ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കെയർ തരാൻ പറ്റത്തുള്ളൂ. അതാണ് ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണമേന്മ എന്ന് പറയുന്നത്. അതും ഒരു കുഞ്ഞിൻ്റെ അവകാശമാണ്. പിന്നെ നർച്ചറിങ് കെയർ. ഈ നർച്ചറിങ് കെയർ എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. നമുക്ക് ആദ്യം തന്നെ പോഷകകരമായ പരിപോഷണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ മനസ്സിൽ വരുന്നത് പോഷകകരമായ ആഹാരമാണ്. ആദ്യത്തെ 28 ദിവസത്തിൽ നമുക്ക് വേറെ ഒരു ആഹാരമില്ല. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫസ്റ്റ് 6 മാസം നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് കൊടുക്കാം, ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് കൊടുക്കേണ്ടത്. ആ 6 മാസത്തിൽ കുഞ്ഞിന് വേണ്ടതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പോഷകാഹാരങ്ങളും പോഷക ഗുണങ്ങളുള്ള സാധനങ്ങളും ബാക്കി ആൻറ്റിബയോട്ടീസും ഉണ്ട്. അതായത് കുഞ്ഞുങ്ങൾക്ക് രോഗം വരുന്നത് തടയാനുള്ള സാധനങ്ങളും ഉണ്ട്. അമ്മമാർക്ക് ആദ്യത്തെ 2 ദിവസം വരുന്ന മഞ്ഞ കളറിലെ പാലുണ്ട്, കൊളസ്ട്രം എന്ന് പറയും. ആ പാലാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യം ചിലർ അത് എടുത്ത് കളയുന്ന കാണാം. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കൊളസ്ട്രം കൊടുക്കുന്നത് അതിനകത്ത് ഒരുപാട് ആൻറ്റിബോഡീസ് ഉണ്ട്. ആദ്യത്തെ 1 മാസം കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാ ആൻറ്റിബോഡീസും തന്നെ നമുക്ക് ബ്രസ്റ്റ് മിൽക്കിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. പിന്നെ നർച്ചറിങ്, അതായത് കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട സ്നേഹം, പരിപാലനം അതൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കണം. ആ കരുതൽ അതൊക്കെ അവർക്ക് തുടക്കത്തിൽ തൊട്ട് തന്നെ കിട്ടേണ്ടതാണ്. ഇപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അച്ഛനും അമ്മയും ഒരുമിച്ച് കുഞ്ഞിന് കരുതൽ കൊടുക്കുക എന്നുള്ളത്. നമ്മൾ കങ്കാരു മദർ കെയർ എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാംസ് ഉണ്ട്. അതായത് തൊക്കോട് തൊക്ക് ചേർന്നിരുന്ന പരിചരണം എന്ന് പറയും. സ്കിൻ ടു സ്കിൻ കെയർ ആണ്. അപ്പോൾ നമ്മൾ ഇപ്പം മാസം തികയാത്ത കുഞ്ഞുങ്ങൾക്ക് പോലും വളരെ ബെനിഫിറ്റായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ കങ്കാരു മദർ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ പാല് കൊടുക്കുന്ന സമയത്താണെങ്കിലും അമ്മയുടെ മാറും വയറും കുഞ്ഞിൻ്റെ നെഞ്ചും വയറും ചേർന്നിരുന്ന് വേണം പാല് കൊടുക്കാനെന്ന് പറയും. അത് അച്ഛനും സാധ്യമാണ്. അച്ഛനും സ്കിൻ ടു സ്കിൻ കെയർ പറ്റും, അച്ഛനും അമ്മയ്ക്കും പറ്റും. അപ്പം അങ്ങനെ ചെയ്യുന്നത് കൂടി കുഞ്ഞിന് കുറച്ചുകൂടെ കരുതലും ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പോഷകമുള്ള ആഹാരം പാല് കുടിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. ശരിക്കും പറയുന്നത് നമ്മളിടുന്ന ഡ്രസ്സിൻ്റെ ഒരു കോട്ടിങ് കൂടെ കുഞ്ഞിന് വേണമെന്നാണ് പറയുന്നത്, ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വാംത്ത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്രസ്റ്റ് ഫീഡിങ്, പിന്നെ കങ്കാരു മദർ കെയറിൻ്റെ കാര്യം പറഞ്ഞു. എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ അച്ഛൻ്റെ ആണെങ്കിലും സ്കിൻ ടു സ്കിൻ കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇമോഷണൽ സപ്പോർട്ട്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, വളരെ പ്രിവലൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത്. അമ്മമാർക്ക് ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്തും പ്രസവം കഴിഞ്ഞതും ഒരുപാട് ഹോർമോണൽ ഇംബാലൻസുകൾ വരുന്നുണ്ട്. അപ്പം അത് കാരണം നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ് വളരെ വൾണറബിളാണ്. അപ്പം ശരിക്കും സ്റ്റഡീസ് പറയുന്നത് പുതിയ അമ്മമാർ കുഞ്ഞ് ജനിച്ച ഉടനെയുള്ള മരണങ്ങളുടെ കാരണം ഒന്ന് അമിതമായ ബ്ലീഡിംഗ് ആണ്, തൊട്ടടുത്ത് തന്നെ സൂയിസൈഡാണ്, അതായത് ആത്മഹത്യ. കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ തന്നെ അമ്മമാർക്ക് ഇമോഷണൽ സപ്പോർട്ട് വളരെ ഡിപ്രഷനിലേക്ക് പോകുന്ന അമ്മമാരുടെ എണ്ണം ഇപ്പം വളരെ കൂടുതലാണ്. അപ്പം അമ്മമാർക്ക് കുഞ്ഞിനെ നോക്കുന്നവർക്കും കുഞ്ഞിനും ഇമോഷണലായിട്ട് വളരെ നല്ല സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത് മൂന്നുമാണ് ഈ വർഷത്തെ ന്യൂ ബോൺ കെയറിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. ഇത്രയും സാധനമെങ്കിലും ഒരു കുഞ്ഞിന് ബേസിക് ആയിട്ടുള്ള അവകാശങ്ങളായിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ എല്ലാ ന്യൂ ബോൺസിനും ഏത് സാഹചര്യത്തിൽ എത്ര വയ്യാതെ ജനിച്ചാലും അവർക്കൊരു ഫൈറ്റിംഗ് ചാൻസ് ഉണ്ട്. അതായത് പോരാടാനുള്ള ഒരു അവകാശം, അറ്റ്ലീസ്റ്റ് അതിനുള്ളൊരു ചാൻസ് എങ്കിലും നമ്മൾ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ജനന സമയത്തുള്ള സ്കിൽഡ് ആയിട്ടുള്ള പരിചരണം, അതായത് നമ്മളിപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റ് തന്നെയുള്ള ഹോസ്പിറ്റലിൽ പോവുക, നല്ലൊരു സാഹചര്യത്തിൽ ഡെലിവറി എടുക്കുക,
വാക്സിനേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ആ കുഞ്ഞുങ്ങളുടെ ആ റൈറ്റ് നമുക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ പറഞ്ഞതുപോലെ മുലയൂട്ടൽ, പോഷണം, അതൊക്കെയാണ് അടുത്ത കാര്യം. പിന്നെ വാക്സിനേഷൻസ് ജനിക്കുന്ന സമയത്ത് തന്നെ വാക്സിനേഷൻ എടുത്തിട്ടാണ് ഹോസ്പിറ്റലിൽ സാധാരണ ഡിസ്ചാർജ് ആവാറ്. അതിനുശേഷം 6 ആഴ്ച 10 ആഴ്ച അങ്ങനെ 5 വയസ്സ് വരെ കൃത്യമായിട്ടുള്ള വാക്സിനേഷൻസ് കുഞ്ഞുങ്ങൾക്ക് എടുത്തു കൊടുക്കണം. അതിൽ കൂടെ തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ്, തലച്ചോറിൻ്റെ ഇൻഫെക്ഷൻസ്, അതുപോലെ TB കാരണം ഉണ്ടാകുന്ന സീരിയസ് ആയിട്ടുള്ള ലങ്സിനെയും തലച്ചോറിനെയൊക്കെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് വാക്സിനേഷൻ എടുക്കുന്നത് കൊണ്ട് തന്നെ തടയാൻ സാധിക്കും. ഇങ്ങനെ എന്നിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ആ 28 ദിവസം കൃത്യമായിട്ട് നിരീക്ഷിച്ച് അവർക്കുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ കുഞ്ഞുങ്ങളിലുള്ള മരണവും കുഞ്ഞുങ്ങളിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും തടയാൻ സാധിക്കുന്നതാണ്. പിന്നെ സിസ്റ്റർ നല്ല മനോഹരമായിട്ട് ക്ലാസ് എടുത്തതുപോലെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്, ഈ വർഷത്തെ ന്യൂബോൺ കെയർ വീക്കിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് തടയുന്നതിനും ഒരു പ്രമേയമായിട്ട് തന്നെ അവർ എടുത്തിട്ടുണ്ട്. അതായത് കൃത്യമായിട്ട് രോഗലക്ഷണങ്ങൾ, ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ, പനി, ജോണ്ടിസിൻ്റെ ലക്ഷണം, മഞ്ഞ, അതൊക്കെ കണ്ടുപിടിച്ച് കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഡോക്ടറെ തന്നെ കാണിച്ച് കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുക. അതുപോലെ ആൻറ്റിബയോട്ടിക്കിൻ്റെ യൂസേജ് വളരെ കുറയ്ക്കുക. കൃത്യമായിട്ട് ഡോക്ടർ 5 ദിവസം 5 ദിവസം തന്നെയായിട്ട് കഴിക്കുക, അതിൽ കൂടുതൽ കഴിക്കാതിരിക്കുക. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസും കുഞ്ഞുങ്ങളുടെ ഈ ആക്ഷൻ പ്ലാനിനകത്ത് ഇപ്പോൾ ഈ വർഷത്തെ ഇതിൽ പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് സിസ്റ്റർ നന്നായിട്ട് പറഞ്ഞു. അപ്പം അതാണ് ഈ വർഷത്തെ ഇത് സേഫ്റ്റി, അതായത് സുരക്ഷ, ഗുണമേന്മ, പരിപോഷിപ്പിക്കുന്ന പരിചരണം, ഇതെല്ലാം ഒരു കുഞ്ഞിൻ്റെ അവകാശമാണ്.